ഇത് പ്രയാഗ്രാജിലേക്കുള്ള യാത്രയാണ്. നല്ല മഞ്ഞാണ്, 12 ഡിഗ്രി തണുപ്പിൻ്റെ ആ ഒരു സമയത്ത് തന്നെ. അപ്പം നമ്മളൊരു കാപ്പിയൊക്കെ കുടിക്കാനായിട്ട് ജസ്റ്റ് ഒരു ഗ്ലാസ് കാപ്പി കുടിക്കാൻ കയറി. അപ്പോൾ അങ്ങനെ പ്രയാഗ്രാജിലേക്കുള്ള യാത്രയാണ്. ത്രിവേണി സംഗമത്തിൽ സ്നാനം ചെയ്യാനായിട്ടുള്ള യാത്രയാണ്. നമ്മൾ പോയത് കാശിയിൽ നിന്ന് ഒരു ടാക്സി എടുത്തിട്ടാണ് പോയത്. എർട്ടിഗയുടെ ഇതിലായതുകൊണ്ട് 5 പേർക്ക് നമുക്ക് അതിൽ ട്രാവൽ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിലാണ് നമ്മൾ പോയത്. അവിടെ നിന്ന് കുറച്ച് ദൂരമുണ്ട്, എന്നാലും വലിയ ദൂരമില്ല, അധികം ദൂരമില്ലാണ്ട് തന്നെ നമുക്ക് പോവാം. അങ്ങനെ പ്രയാഗ്രാജിലെത്തി. ഇനി ബാക്കി കാഴ്ചകൾ. കുറേ ദൂരം തൊട്ട് നമുക്ക് നടക്കാനായിട്ട്. ത്രിവേണി സംഗമത്തിൻ്റെ ബോട്ടിങ്ങിൻ്റെ അവിടെ എത്തിച്ചേരണമെങ്കിലും കുറേ നടക്കാനുണ്ട് നമുക്ക്. അതിൻ്റെ ഇടയിൽ കരിമ്പ് ജ്യൂസ് ഉണ്ട്, അങ്ങനെ കുറേ കച്ചവടവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫുഡിനായാലും ഒന്നിനും ഒരു വിഷമവുമില്ല. പക്ഷേ ഈ ചെറിയ കുട്ടികളെ കൊണ്ട് ഭിക്ഷാടന നടത്തുന്നതാണ് കണ്ടോ. ഓരോ ഭഗവാന്റെ വേഷമൊക്കെ ഇട്ട് നമ്മുടെ പിറകെ തന്നെ വരും. ഞാൻ വിചാരിച്ചത് എൻ്റെ ഫോൺ അടിച്ചു മാറ്റുമെന്ന്. ഇത് നമ്മളൊരു ഹോട്ടലിൽ കയറിയതാണ് ഫുഡ് കഴിക്കാനായിട്ട്. നടന്ന് വയ്യാണ്ടായി. അപ്പം നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് കയറി. അപ്പോൾ ഫുഡ് കഴിക്കാനായിട്ട് കയറിയ സമയത്ത് അവിടെ നമുക്ക് ഒനിയൻ ഊത്തപ്പമാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഒനിയൻ ഊത്തപ്പം ചെയ്യുന്ന ആൾ പറഞ്ഞു പുള്ളിക്കൊരു കൂട്ടുകാരനുണ്ട്. അപ്പോൾ പുള്ളി ഇവിടെ ഉണ്ടായിരുന്നു, മുരളി എന്നായിരുന്നു പേര്. അപ്പോൾ അദ്ദേഹത്തിന് എപ്പോഴും ഇഷ്ടം ഈ ഒനിയൻ ഊത്തപ്പമാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ എപ്പോഴും ഈ ദോശയാണ് കഴിക്കുക. എന്നെ സംബന്ധിച്ച് വയറാ സമയത്തൊന്നും ഓക്കെ അല്ലായിരുന്നു. അപ്പം ഇത് സമയം ഈ ദോശയും കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു കഴിച്ചുകൊണ്ടിരുന്നത്. വേറെ മസാലയോ ഒന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതൊക്കെയായിരുന്നു എന്നെ സംബന്ധിച്ച് ഫുഡ്. ബാക്കിയുള്ളവരൊക്കെ അടിച്ച് വിട്ടായിരുന്നു കേട്ടോ. ഫുഡൊക്കെ നല്ല സൂപ്പറായിരുന്നു. അങ്ങനെ നമ്മുടെ സ്നാനം കഴിഞ്ഞു. നല്ല ഭംഗിയായിട്ട് സ്നാനം കഴിഞ്ഞു. നമുക്കിവിടെ അവിടെ ഡ്രസ്സൊക്കെ മാറാനായിട്ട് ഓരോരോ കുഞ്ഞു കുഞ്ഞു റൂമുകളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ സ്നാനം കഴിഞ്ഞു തിരിച്ച് കാശിയിലേക്ക് പോയി.